കർത്താവ് എല്ലാവരെയും ഇന്ന് പകൽക്കാലം ഒരുപോലെ അനുഗ്രഹിപ്പാൻ ശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഭാഗമായിരുന്നു ചർച്ച്. പ്രൈസ് ദി ലോർഡ്. I will cut short because I need to honor the man of God who God sent us. Hallelujah in our midst. ദൈവം സഹായിക്കട്ടെ. And last Friday we had a very blessed night prayer that really the Spirit of the Lord is take over that prayer. വളരെ അനുഗ്രഹവും വളരെ ആത്മീയമായി ഒത്തിരി പ്രചോദനം തരുവാൻ കർത്താവ് സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. വന്നവരെല്ലാം അനുഗ്രഹത്തോടെ ദൈവ സാന്നിധ്യം പ്രാപിച്ച് കടങ്ങിപ്പോകുവാൻ പരിശുദ്ധനായ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഇന്ന് നാം അല്പസമയം ചിന്തിക്കുന്നത് നമ്മുടെ വിഷയമായിരിക്കുന്ന the subject which we just carrying and continuing church. നമ്മൾ കുറേ ഭാഗങ്ങൾ കഴിഞ്ഞ ചില നാളുകളായിട്ട് maybe I think 5 or 6 or 7 episode I believe we just continuing that. As I said previously, once I finish this one ചർച്ച് അത് കഴിഞ്ഞിട്ട് വേണം ഹോളി സ്പിരിറ്റിനെ കുറിച്ച് നമുക്ക് വീണ്ടും റിവൈസ് ചെയ്ത് ആ ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. So the last time we are the fundamental, the foundation of the church, സഭയുടെ അടിസ്ഥാനം നമ്മൾ ചിന്തിച്ചു. അതിനുശേഷം how many of you remember that what was the last time we shared? How many of you know that? Great. Purpose of the church. സഭയുടെ ലക്ഷ്യം. Praise God. Anybody know that? What was the first thing? എന്താ സഭയുടെ ലക്ഷ്യത്തിൽ ഒന്നെന്തായിരുന്നു? Worship the Lord. Hallelujah. നമ്മൾ വായിച്ച റെഫറൻസ് John 4:23. ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ഒരു കൂട്ടം ജനമാണ് ഹല്ലേലൂയ സഭ. അതിൻ്റെ അകത്ത് ദൈവം ഉദ്ദേശിക്കുന്ന ഒന്നേ ഉള്ളൂ, ദൈവത്തിന് കൊടുക്കാനുള്ള സകല മഹത്വവും മാനവും ആരാധന ഉയരണം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മുടെ പാട്ടുകളൊക്കെ ആരാധനയായി മാറണം. ഞാൻ ഇന്നലെ രാത്രിയിലും ഓർപ്പിച്ചത്, ഡോണ്ട് ഫീൽ ദാറ്റ് ഐ എം റിപ്പീറ്റിംഗ്. അത് നമ്മളെല്ലാം ഡേ ബൈ ഡേ ഒരു 10 ടൈമെങ്കിലും ഡെയിലി അത് ഓർത്ത് കഴിഞ്ഞാൽ വി ക്യാൻ ചേഞ്ച്. നമ്മുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ച് വരും. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞു, ഒരു സഭ മാനുഷികമായി ഒരു സഭ, അത് ഏത് ഡിനോമിനേഷനും ഏത് ഗ്രൂപ്പും ആയിക്കോട്ടെ, അത് നടത്താൻ you no need or the person doesn't need lead by the Holy Spirit. പരിശുദ്ധാത്മാവ് വേണമെന്നില്ല ഒരു സഭയിൽ ഇങ്ങനെ ഒരു സഭ കൊണ്ട് നടക്കാൻ. ഒന്ന് പ്രസംഗിക്കാൻ പരിശുദ്ധാത്മാവ് വേണമെന്നില്ല, പാടുവാൻ പരിശുദ്ധാത്മാവ് വേണമെന്നില്ല, മ്യൂസിക് വായിക്കുവാൻ പരിശുദ്ധാത്മാവ് വേണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യത്തിനും പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ അത് നടക്കൂ എന്നില്ല. അത് മാനസിക ബുദ്ധി കൊണ്ട് ചെയ്യാം, ഫൈനാൻഷ്യൽ കപ്പാസിറ്റി കൊണ്ട് ചെയ്യാം, ആളിൻ്റെ ആ ഒരു സ്ട്രോങ് ഹോൾഡ് കൊണ്ട് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് ആത്മാവിനാൽ നടത്തപ്പെടുന്ന, പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസോട് ചെയ്യുന്ന, അതൊരാരാധനയായി മാറുന്ന അങ്ങനെ ഒരു അവസ്ഥയാണ് നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇന്നലെ രാത്രി ചെറുതായിട്ട് അതൊന്ന് ചിന്തിച്ചു പോകാൻ തക്കവണ്ണം ഇടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആർക്കും എവിടെയും സഭ തുടങ്ങാം, അതിന് രജിസ്ട്രേഷനും ഒക്കെ കിട്ടും. പക്ഷേ ഒരു വർഷം സ്വർഗം പോലും അത് അറിയുന്നില്ലായിരിക്കും. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ ഇറങ്ങുവാനുള്ള സാഹചര്യമോ അതിനുള്ള ഡെഡിക്കേഷനോ അതിനുള്ള വിശ്വാസമോ അതിനുള്ള അവസരമോ ആത്മാവിന് വിട്ടുകൊടുക്കാതെ, പ്രൈസ് ഗോഡ്, ഇതൊരു ചടങ്ങ് പോലെ ഒരു വലിയ ഒരു ഗ്യാതറിങ് പോലെ ആയിത്തീരുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ഇന്നലെ ചില വാക്യങ്ങൾ അതിനെ സംബന്ധിച്ച് വായിച്ചു. ഐ ഡോണ്ട് വാണ്ട് ടു റിപ്പീറ്റ് ഇറ്റ്. സോ ഒന്ന്, ദൈവം ആഗ്രഹിക്കുന്നത് ആരാധിക്കുന്ന ഒരു ജനമാണ്. അങ്ങനെയെങ്കിൽ നാം ദൈവത്തിൻ്റെ ഹല്ലേലൂയ സഭയാകുന്ന ഹല്ലേലൂയ ആ ഒരു അംഗമായിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവയവമായിരിക്കുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വർഷിപ്പ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വർഷിപ്പ്. നമ്മൾ മൗനമായിട്ട്
മറ്റ് ബിസിനസ്സുകളിൽ ഏർപ്പെട്ട് പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് വി ഷുഡ് വർഷിപ്പ്, വി ഷുഡ് ഓണർ ഹിം. ആ ഒരു പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം അത് വചനം കേൾക്കുമ്പോൾ സംഭവിക്കാം. പാട്ട് പാടുമ്പോൾ ആ ആത്മസാന്നിധ്യം ഉണ്ടാകാം. ഒന്നും വേണ്ട, ഒരു മ്യൂസിക് കേട്ടാൽ ദൈവ സാന്നിധ്യം ഇറങ്ങാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെപ്പോഴും പറയാനുള്ള ഒരാളല്ലേ ദാവീദിനെ കുറിച്ച്. ദാവീദ് ഹാർപ്പ് വായിച്ചു, പാട്ട് പാടുക മാത്രമല്ലായിരുന്നു, താൻ ഹാർപ്പും വായിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം, ആത്മാവ് ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആത്മാവുള്ളവൻ അത് വായിച്ചു കഴിഞ്ഞാൽ ആത്മസാന്നിധ്യത്തിന് കാരണമായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ രാത്രിയിലും ഓർപ്പിച്ചതുപോലെ ഹല്ലേലൂയ, നമ്മൾ പാടുന്ന പല ആത്മീയ പാട്ടുകളും, ആരാധനയ്ക്കുള്ള പല പാട്ടുകളും എഴുതി അത് മറ്റ് മതസ്ഥരെയും കൊണ്ട് ട്യൂൺ ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ പാടിപ്പിച്ച പാട്ടുകളുണ്ട്. പക്ഷേ ആ പാട്ട് നമ്മുടെ അധരത്തിൽ നമ്മളെടുത്ത് പാടിയാൽ അതൊരാരാധനയായി മാറും. അവനത് പാടിയാൽ പാട്ടായിട്ട് മാറും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ പാട്ട് പാടുവാൻ ആർക്കും പറ്റേ, പക്ഷേ അതിന് പരിശുദ്ധാത്മാവ് വരണമെന്നില്ല. പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ ആത്മാവിൽ ഹല്ലേലൂയ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെയുള്ളവൻ പാടിയാൽ അവിടെ വിടുതൽ നടക്കും. അല്ലാത്തവൻ പാടിയാൽ ഒരു സാധാരണ പാട്ടായി മാറും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ വർഷിപ്പ് ഉണ്ടാകണം. നമ്മുടെ ആരാധനകൾ നമ്മളിൽ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഈവൻ അത് ബോഡി ലാംഗ്വേജിൽ പോലും അത് ആരാധനയായി മാറണം. പ്രൈസ് ഗോഡ്. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് സ്തോത്രം, നമ്മുടെ ഇരിപ്പും നമ്മുടെ മനോഭാവവും ചിന്തകളും വ്യക്തമായി അറിയുന്ന ഹല്ലേലൂയ ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ഇരിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ നമ്മൾ നോക്കുന്നത് പാസ്റ്ററെയോ ഇറമ്പിയിരിക്കുന്നവരെ, പക്ഷെ അങ്ങനെയല്ല. ഹല്ലേലൂയ, ഈ പാസ്റ്ററെ നോക്കുന്ന ഒരാൾ മേളിലുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയെങ്കിലും കുറച്ച് മണിക്കൂറുകൾ തള്ളിവിട്ട് ജനത്തെ ഇങ്ങനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് അവരെ ഒന്ന് ആരാധിപ്പിക്കുന്ന പരിപാടിയുണ്ട്, അറിയാമോ? നമ്മുടെ ഇടയിൽ അത് വേണ്ട. നമ്മൾ ആരാധിപ്പിക്കുന്നവരല്ല, ആരാധിക്കുന്നവരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ പോയിന്റിലേക്ക് വരട്ടെ. ഫെലോഷിപ്പ്. നമ്മൾ ഫെലോഷിപ്പിൻ്റെ കാര്യവും ഐ ബിലീവ് ലാസ്റ്റ് വീക്ക്, ആം ഐ റൈറ്റ്? ഫെലോഷിപ്പ് ഓർമ്മയുണ്ടോ? ഇല്ല. അപ്പോസ്തല പ്രവൃത്തി, ബുക്ക് ഓഫ് ആക്ട്, ചാപ്റ്റർ 2 വേഴ്സ് 42. അവിടെ പറയുന്നത്, they devoted themselves to the apostles, teaching and to fellowship, to the breaking of bread and to pray. Praise the Lord. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി, പ്രാർത്ഥന കഴിച്ചു. ഈ 4 കാര്യം ഒരു ദൈവസഭയിൽ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഒരാൾക്ക് തീരുമാനിക്കാൻ നമുക്ക് 2 എണ്ണത്തിന് ആവശ്യം മതിയെന്നേ, കുഴപ്പമില്ല. പക്ഷെ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഈ സഭയിൽ 3 മതി, അപ്പം നുറുക്കിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ അല്പം നുറുക്ക് മാത്രം മതി, അല്ലെങ്കിൽ നമുക്കൊക്കെ എന്തും തീരുമാനിക്കാം. പക്ഷെ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നതിന് വ്യവസ്ഥകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുറഞ്ഞത് ശ്രദ്ധിക്കണേ, അറ്റ്ലീസ്റ്റ് ഈ 4 ക്വാളിറ്റിയെങ്കിലും ഒരു ചുരുങ്ങിയ സഭയിൽ, കൊച്ചു സഭയിലെങ്കിലും ഉണ്ടായിരിക്കണം. പ്രവചനവും വ്യാഖ്യാനവും ഒക്കെ ഉണ്ടത് വേറെ, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. 1, ഉപദേശം ഉണ്ടായിരിക്കണം. ദി വേർഡ് ഓഫ് ഗാഡ്. കറക്ഷൻസ്, നേരായ പാതയെക്കുറിച്ച് സംസാരിക്കുകയും കേൾക്കുകയും അത് തിരുത്തി പോവുകയും ചെയ്യുന്ന ഒരു മനോഭാവവും അത് ദൈവം ആഗ്രഹിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്തത്, ഒരു കൂട്ടായ്മ, ഒരു ഫെലോഷിപ്പ് ആവശ്യമാണ്. കഴിഞ്ഞ ആഴ്ച ഞാനത് പറഞ്ഞപ്പോൾ പറഞ്ഞു, അത് അവർ സ്പോൺസർ ചെയ്ത ഫുഡാണ്, നമുക്ക് നേരത്തെ മുന്നിലങ്ങ് പൊക്കളയണം, ഇറങ്ങി ആശീർവാദം പറയുമ്പോഴേ പോകണം എന്ന് പറയുന്ന ചില വിദ്വാൻമാർ ചില സഭകളിലൊക്കെ ഉണ്ട്. പ്രൈസ് ഗാഡ്. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒഴിവ് തിരിച്ചും പറഞ്ഞു വേണേൽ അന്ന് വരാതെ ഇരിക്കുന്ന വിദ്വാൻമാരും ഉണ്ട്. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ, കർത്താവ് അത് ആഗ്രഹിക്കുന്നില്ല കേട്ടോ. നിൻ്റെ കൂട്ടു സഹോദരനോ കൂട്ടു സഹോദരിയോ അവരുടെ ഇല്ലായ്മയിൽ നിന്നോ അവിടെ ഉള്ളതിൽ നിന്നോ വാട്ട് എവർ ദേ ആർ കോൺട്രിബ്യൂട്ടിങ്, യു ഷുഡ് ബി അക്സെപ്റ്റ് ആസ് യുവർ ഓൺ. നമ്മുടെ സ്വന്തമാണ്, എൻ്റെ സഹോദരൻ്റെയാ,
എൻ്റെ സഹോദരൻ എന്നെ വിളിച്ചതാ, എൻ്റെ സഹോദരൻ നടത്തുന്ന സ്പെൻഡ് ചെയ്യുന്ന അവൻ്റെ ഹൃദയം സന്തോഷത്തിന് വേണ്ടി ഹല്ലേലൂയ സ്പെൻഡ് ചെയ്യുന്ന ഒരു വിഷയമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് സ്പെൻഡ് ചെയ്യാനാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. വി ആർ നോട്ട് സപ്പോസ് ടു ബി സെപ്പറേറ്റ് പീപ്പിൾ. ഹല്ലേലൂയ. നാം അല്ലാതെ മാറി നിൽക്കേണ്ടിവരല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും. അപ്പം നുറുക്കി മാത്രം പാനല്ല. ഹല്ലേലൂയ. ഒരു ആരാധനയിൽ പ്രാർത്ഥനയുടെ ശബ്ദങ്ങൾ ഉയരണം. ഹല്ലേലൂയ. വി ഷുഡ് ഹാവ് എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ. അങ്ങോട്ട് പറയും മാത്രമല്ല, ആ പ്രാർത്ഥനയുടെ സമയത്ത് തന്നെ ഇങ്ങോട്ടും ദൈവശബ്ദം കേൾക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ഒരു വലിയ ഹല്ലേലൂയ ഒരു കോണ്ടാക്റ്റ്, ഹല്ലേലൂയ ഒരു എക്സ്ചേഞ്ച് നടക്കുവാനാ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചത്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ച ഒരു വാക്യത്തിൽ ഒരു വിഷയം മനസ്സിലാക്കണമേ. നമ്മൾ ആരാധനയ്ക്ക് പോകുന്നത് നമ്മുടെ ഫ്രണ്ട്സിനെ കാണാനായിരിക്കരുത്. നാം ഒരിടത്ത് ആരാധനയ്ക്ക് പോകുന്നത് അവർ സ്തോത്രം എന്തോ വിചാരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് പോകരുത്. കാരണം അത് ദൈവത്തിന് പ്രസാദമല്ല. നാം എവിടെ പോയാലും, ഏത് ഫ്രണ്ട്സിനടുത്ത് പോയാലും, നാം ഏത് കസിനെ കാണാൻ പോയാലും, എൻ്റെ ഫാമിലീസൊക്കെ ആ ചർച്ചിലുണ്ടെന്ന് വിചാരിച്ച് പോയാലും ഒരു കാര്യം നാം മനസ്സിലാക്കിക്കോണം. ഐ വിൽ വർഷിപ്പ് മൈ ലോർഡ്. എൻ്റെ ഗോളതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലാതെ എൻ്റെ അങ്കിളിനെ കാണാൻ വേണ്ടി പോയതല്ല എൻ്റെ ഗോള്. ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ആ ആരാധനയ്ക്ക് ഞാൻ പോയപ്പോൾ അങ്കിളിനെയോ ആൻറ്റിയോ അവിടെ താമസിക്കുകയോ പാർക്കുകയോ അവരുമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകാം. പക്ഷേ നമ്മുടെ ഗോള് ജീവനുള്ളവനെ ആരാധിക്കുക എന്നുള്ള. ഹല്ലേലൂയ. ഇത് നോക്കുന്ന ഒരുവനുണ്ട്, നമ്മുടെ സർവശക്തനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലരൊക്കെ പറയാൻ കേട്ടില്ലേ, ഞാൻ ജസ്റ്റ് വന്നെന്നുള്ളതേ ഉള്ളൂ, ഇവിടെ എനിക്കറിയാവുന്നൊരു ആളുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാ. ഞാൻ പറയട്ടെ, അതൊരു ആരാധനയായിട്ട് ദൈവം അംഗീകരിക്കില്ല. സഭയിൽ വന്നതുകൊണ്ട് ആരാധനയല്ല. നീ ഒരു യാഗവസ്തുവായി ദൈവസന്നിധിയിൽ ആത്മാവിൻ്റെ സാന്നിധ്യത്തോടുകൂടി ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം കൊടുക്കുവാൻ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് കണ്ടിരിക്കുമ്പോൾ തന്നെ അത് ലഭിക്കാതെ പോയാൽ ദുഃഖിക്കുന്ന ഒരുവനുണ്ട്, നാം സേവിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അടുത്തതാണ് ദൈവവചനം പ്രസംഗിക്കുകയും teach the word of God. ദൈവവചനം പഠിപ്പിക്കുക, പ്രസംഗിക്കുക. Preach the word of God. Be prepared in season and out of season. Correct and rebuke and encourage. അപ്പോൾ എന്തൊക്കെ വേണമെന്ന് മനസ്സിലായോ? ഹല്ലേലൂയ. With a great patience and careful instruction. മലയാളത്തിൽ പറയുമ്പോൾ ദൈവവചനം 2 തിമോത്തി 4:2, 2 തിമോത്തി 4:2. ഒന്ന്, ദൈവസഭയിൽ ഉണ്ടായിരിക്കേണ്ട വിഷയം വചനം പ്രസംഗിക്കുക. Teach the gospel. Hallelujah. അസമയത്തിലും സമയത്തിലും ഒരുങ്ങിയിരിക്കുക. Praise God. Praise the Lord. ഇന്ന് എത്ര ദൈവസഭകളിലാണ് ഇത്രയും സാധനമുള്ളേ? അങ്ങനെയൊക്കെ ഇന്ന് ദൈവദാസന്മാർ തുടങ്ങിയാൽ സഭയിൽ നിന്ന് ഒന്നൊന്നായിട്ട് വിട്ടുപോകും. കാരണം അവിടെ കംഫോർട്ട് കെയർ ഉള്ള വേറൊരു സ്ഥലമുണ്ട്, ഒരു സഭയുണ്ട്. എങ്ങനെ വരാം, എങ്ങനെയും പോകാം, എങ്ങനെ ഇരിക്കാൻ. നോബഡി ഈസ് ഗോയിങ് ടു ക്വസ്റ്റ്യൻ കുടുംബം എവിടെ, ഭാര്യ എന്ത് ചെയ്യും, മക്കളെന്താ വരാഞ്ഞെന്ന്. നോബഡി ഈസ് ഗോയിങ് ടു ആസ്ക് യു ബിക്കോസ് ദാറ്റ് ഈസ് എ കംഫോർട്ട് സോൺ ഫോർ യു. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന അങ്ങനെയല്ല. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദൈവസഭയിൽ ആവശ്യമായിരിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം, ഒന്ന് വചനം പ്രസംഗിക്കണം. ഇന്ന് പലയിടത്തും കാണുന്നത് പ്രോസ്പെരിറ്റിയാണ്. പ്രൈസ് ഗാഡ്. പലയിടത്തും കാണുന്നത് വചനം ഹല്ലേലൂയ പ്രോസ്പെരിറ്റി ആയിട്ടാണ് കാണുന്നത്. ദൈവമക്കളെ, വചനം ഒരു പ്രോസ്പെരിറ്റി അല്ല. പ്രൈസ് അല്ലാഹ്. ഹല്ലേലൂയ. വചനത്തിൽ തന്നെ പ്രോസ്പെരിറ്റി വന്നോളും. നന്മയും കരുണയും ഞാൻ അന്വേഷിച്ചു പോകുന്നല്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നന്മയും കരുണയും എൻ്റെ ദീർഘായുസ് മുഴുവനും ഇറ്റ് വിൽ ഫോളോ മീ. ഞാൻ ചെയ്യേണ്ട പോലെ നിന്ന് കഴിഞ്ഞാൽ അത് തന്നെ വരുമെന്നേ. അതിന് പ്രത്യേകിച്ച് ട്രിക്കൊന്നും സഭയെ കാണിക്കണ്ട. അതിന് പ്രത്യേകിച്ച് പരിപാടി എങ്ങനെയാ പണം ഉണ്ടാക്കാൻ, അത് ചിട്ടിപ്പുരിവെല്ലാം നടത്തുന്നതാണ് ഞാൻ പറയുന്നത്, എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ജീസസ് അവന് കൊടുക്കാനുള്ള ബഹുമാനം കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ കുറവുകളെ തീർക്കുന്ന ഒരുവനുണ്ട്. നിന്റെ ഇല്ലായ്മകൾ, സ്തോത്രം, ഹല്ലേലൂയ,
നിൻ്റെ ഇല്ലായ്മകളെ മുഴുവനും തീർത്തു തരുന്ന ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. എൻ്റെ ദൈവം ഇതിലെ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം നമ്മെ ഹല്ലേലൂയ, അതിൻ്റെ എനിക്ക് ഇംഗ്ലീഷ് വളരെ ഇഷ്ടപ്പെട്ടു. പ്രീച്ച് ദ വേർഡ് ഓഫ് ഗാഡ്. ബി പ്രിപ്പയർഡ് ഇൻ സീസൺ. പ്രൈസ് ഗാഡ്. ചിലരുടെ ഗോളും ഫോക്കസും സീസണിൽ സീസൺ അവർക്ക് എപ്പോഴും സീസൺ മാത്രമേ ഉള്ളൂ, ഔട്ട് ഓഫ് സീസൺ ഇല്ല. കാരണം ഔട്ട് ഓഫ് സീസൺ കഴിഞ്ഞാൽ പിന്നെ പലരും നമ്മളെ പിന്നെ നോക്കാതാവും, നമ്മോട് പലർക്കും ഒരു സുഖമില്ലാതാവും. അപ്പോൾ എല്ലാവരെയും ഒക്കെ ഇങ്ങനെ ഒന്നും കംഫോർട്ട് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഔട്ട് ഓഫ് സീസൺ ടോക്ക് ചെയ്യരുത്, ഗോ വിത്ത് ദ ഫ്ലോ. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ദൈവസഭ അതല്ല. ഹല്ലേലൂയ. അടുത്തത് എന്താണെന്നറിയാൻ പറഞ്ഞേ? കറക്റ്റ് ചെയ്യണം. ഇന്ന് ദൈവസഭകളിൽ എത്ര പേരെയാണ് കറക്റ്റ് ചെയ്യുന്നേ? പണ്ടൊരു കാലം ഉണ്ടായിരുന്നു. പണ്ടൊരു കാലം എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന മേ ബി ഐ മീൻ 8th or 9th or 10 മേ ബി ലൈക്ക് ദാറ്റ്. അവിടെ ഒരു അപ്പച്ചനുണ്ട്, അദ്ദേഹം ഡ്രം അടിക്കുന്ന ആൾ. എനിക്ക് നല്ലപോലെ ഡ്രം അടിക്കാൻ അറിയാം ആ സമയത്ത്. പക്ഷേ എനിക്ക് ആത്മാവിൻ്റെ സാന്നിധ്യം ലഭിച്ചിട്ടില്ല. ഞാൻ പരിശുദ്ധാത്മാവിൽ ആരാധിക്കാറില്ല. ബട്ട് ഐ വിൽ സിങ്, ഐ വിൽ ബി ഇൻ ദ ഫ്രണ്ട് ഓൾ ദ ടൈം. അപ്പോൾ ഒരു ദിവസം ഈ അപ്പച്ചന് 10 മിനിറ്റ് സംസാരിക്കാൻ സമയം ഞങ്ങളുടെ അന്നത്തെ ലോക്കൽ പാസ്റ്റർ കൊടുത്തിട്ട് പറഞ്ഞു, പ്രിയ ജോണച്ചാൻ സംസാരിക്കും, 10 മിനിറ്റ് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ ജോണച്ചാൻ എണ്ണിച്ചപ്പം പിന്നെ ജോണച്ചാൻ ഈ ഡ്രം അടിക്കുന്ന ആൾ. അപ്പോൾ എൻ്റെ റമ്പിലായിരിക്കുന്നത് ഈ ഡ്രം. അച്ചാൻ എണ്ണിച്ചൊരു പാട്ടങ്ങ് പാടി. അച്ചാൻ എണ്ണിച്ചൊരു പാട്ട് പാടിയപ്പം എനിക്ക് കിട്ടിയ സൗകര്യമല്ലേ, ഞാൻ ഈ ഡ്രം ഇങ്ങോട്ട് പെല്ലെ വലിച്ചു വെച്ചിട്ട് ഞാൻ നല്ലപോലെ അടിച്ചു. പാട്ട് വെക്കടാടെന്ന് പറഞ്ഞു. വെക്കട അവിടെ നീ അടിക്കണ്ടെന്ന് പറഞ്ഞു. നിനക്ക് ആത്മാഭിഷേകം പ്രാപിച്ചോന്ന് ചോദിച്ചു. ഇല്ല. മോൻ അടിക്കേണ്ട അവിടെ വെക്കാൻ പറഞ്ഞു. വളരെ ഗൗരവമായിട്ട്. സ്തോത്രം. അന്ന് ഞാൻ വിചാരിച്ച് ഇനിയും തൊട്ട് ഇയാളെ സഭയെ കാണാൻ പോലും ഇടവരല്ലേ എന്ന് പ്രാർത്ഥിച്ച സമയമുണ്ട്. കാരണം ഇയാൾ അങ്ങനെ എണ്ണിച്ചങ്ങോട്ട് ഗൗരവമായിട്ട് പൊതുസഭയിലൊക്കെ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗുഡ്. അപ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടാണ്. എൻ്റെ അപ്പച്ചനും എനിക്കൊരു സപ്പോർട്ട് ചെയ്തിട്ടില്ല, ഒന്നും പറയില്ല. അപ്പച്ചൻ മിണ്ടാതെ കിട്ടുന്നത് വാങ്ങിച്ചോടാന്നുള്ള മട്ടിൽ എൻ്റെ ഫാദർ ഇരിക്കുക. പക്ഷേ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ആ അപ്പച്ചനോട് ഇറങ്ങിയിട്ട് പറഞ്ഞു, മക്കളെ മോൻ ആത്മാഭിഷേകം പ്രാപിക്കണം, എന്നിട്ട് വേണം ഇതേ അടിക്കാൻ. എന്നാൽ ഇപ്പോഴേ ഞാൻ കൂടുതൽ പറയാതെ നമുക്കൊക്കെ അറിയാമല്ലോ അല്ലേ? പലയിടത്തുമൊക്കെ നോക്കിക്കേ. സ്തോത്രം. വായിൽ ഓരോന്നൊക്കെ ഇട്ട് തിന്നുകൊണ്ടാ വന്ന് പലരും മ്യൂസിക് പലയിടത്തും അടിക്കുന്നത്. റെൻ്റ് കൊടുത്ത് ഒരു പ്രാവശ്യം എന്നോടൊരു വിദ്വാൻ, പിഴങ്ങുമല്ല, എനിക്ക് തോന്നുന്നു 8 വർഷം മുമ്പാണ്, 9 വർഷം മുമ്പാണ്, ഐ തിങ്ക് 9 വർഷമായി, എന്നോട് പറഞ്ഞു, പാസ്റ്ററുകളെ ഒന്നും കൊണ്ടും പേടിക്കണ്ട, അവിടുത്തെ വർഷിപ്പിൻ്റെ സകല കാര്യവും ഞാൻ ഏറ്റു, സകല ജനത്തെ ഞാൻ ആരാധിപ്പിക്കാം, എനിക്ക് $100 വെച്ച് മാസം തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാനൊരു തമിഴ് ചർച്ചിൽ പോകുന്നുണ്ട്, ഞാൻ അവിടെ അത് ചെയ്യുന്നുണ്ട്. അവരുടെ വൈകിട്ടാണ്, ഞാൻ രാവിലെ ഫ്രീയാണ്. അങ്കിളിൻ്റെ ചർച്ച ഞാൻ വന്ന് അങ്ങനെയുള്ള സകല സെറ്റപ്പ് ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ഇനിയും മേലെ എന്നെ ഫോൺ ചെയ്യരുതെന്ന് പറഞ്ഞു. ദൈവവേദിലെ അങ്ങനെയുള്ള ആത്മാവ് ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നും അങ്ങനെയുള്ള ആത്മാവ് പല ദൈവസഭകൾ ചുറ്റി നടപ്പുണ്ട് കേട്ടോ. ആരാധിപ്പിക്കുന്ന ആത്മാവ്. ദൈവത്തിന് മഹത്വം. ഞാനൊരു കാര്യം പറയട്ടെ, ദൈവസന്നിധിയിൽ അതിനെയൊന്നും കറക്റ്റ് ചെയ്യുവാൻ നൗ ഡേയ്സ് ദർ ഈസ് നോ ഗുഡ് ഇനഫ് പാസ്റ്റേഴ്സ്. ബിക്കോസ് മറ്റൊന്നുമല്ല, പാസ്റ്റേഴ്സിനെ ഉടനെ അവരെ പോക്കും 3 വർഷം കഴിയുമ്പോൾ ഇയാളെ ഇനി ഇരുത്തണ്ട, ഇയാൾ മൂലതാണ്ട് ആ കുടുംബം പോയത്. സ്തോത്രം. പയ്യൻ വെള്ളം അടിച്ച് ഫ്രണ്ടിൽ വന്നിരിക്കും, ആരാധനയിൽ പ്രമുഖനായിരിക്കും, പക്ഷേ വെളി ഇറങ്ങിക്കഴിഞ്ഞാൽ മാതൃയില്ലാതെ ജീവിതം കാണിക്കുമ്പോൾ പാസ്റ്റർക്ക് വിലക്കാൻ പറ്റില്ല. കാരണം പാസ്റ്ററുടെ തൊപ്പി തെറിക്കും 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുകൊണ്ട് പാസ്റ്ററിയായിരിക്കും, നീയായി നിൻ്റെ ചെറുക്കനായ ഹൂ കേഴ്സ്. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം ദൈവസ്ഥനിൽ പറയട്ടെ, എൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന ആ സഭയല്ല. I'm not pointing anybody, believe me or not. I am only concerned about mainly in our church. നമ്മുടെ ദൈവസഭയിൽ അങ്ങനെ ആരും ഇല്ലാത്തതിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഐ നോ ഓൾ ഓഫ് യു ഇൻഡിവിജ്വലി. നിങ്ങൾ ആരും അറിയുന്നില്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് ബിഹൈൻഡിൽ ഭയങ്കര സ്പൈ വർക്ക് ചെയ്യുന്ന ആളാകട്ടോ. നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ ശരിയായിട്ട് ഞാൻ സ്പൈ വർക്ക് ചെയ്യുന്ന ആളെ നിങ്ങൾക്ക് ആർക്കും അത് അറിയത്തുമില്ല. ഐ ആം പ്രൈസ് ഗാഡ്. ഞാൻ ദൈവത്തിന് ഒത്തിരി മഹത്വം കൊടുക്കുന്നു.
അതിനപ്പുറമായിട്ട് നിന്നവരെയൊക്കെ നമ്മൾ ഇവിടുന്ന് പല്ലേ പോകാൻ പറഞ്ഞ് നമ്മൾ ആരും അറിയാതെ അണ്ടർ ടേബിളിൽ കൂടെ പറഞ്ഞു വിട്ടിട്ടുമുണ്ട്. കാരണം പറ്റില്ല. ദൈവസഭയിൽ ദൈവം ആഗ്രഹിക്കുന്ന അങ്ങനെയല്ല. ഒത്തുവരത്തത്തിൽ ഉള്ളതുപോലെ ഒപ്പിച്ചു പോകാനല്ല ദൈവത്തിൻ്റെ സഭ. 2 ഉള്ളൂ, ആ 2 മതി. പക്ഷേ ആത്മാവ് നിറഞ്ഞവരും ദൈവത്തിന് ബഹുമാനം കൊടുക്കുവാനുള്ളവരുമായിരിക്കണം. പ്രൈസ് ലോർഡ്. ഈ സ്തോത്ര കാഴ്ചയുടെയും ഹല്ലേലൂയ ദശാംശത്തിൻ്റെയും വരുമാനം കൂട്ടിയിട്ട് യാതൊരു പ്രയോജനവുമില്ല. പ്രൈസ് ലോർഡ്. കാരണം എന്താ അറിയാമോ? കരുതുന്നവൻ്റെ ദൈവമാണ്. കണക്ക് കൊടുക്കേണ്ടതാ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കണക്ക് കൊടുക്കണം. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു കറക്ഷൻസ്. അത് കഴിഞ്ഞിട്ട് റബ്യൂക്ക്. ഹല്ലേലൂയ. ശാസിക്കണമെന്ന്. ഇതൊക്കെ ആഴമായിട്ട് ചിന്തിക്കണേ. ശാസിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ആരാ പിന്നെ നിൽക്കുന്നേ? ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഒത്തിരി ആഴമായി ചിന്തിക്കണം. നിങ്ങളെ ആരും എന്നെ ആരും എൻ്റെ തെറ്റിനെ തിരുത്താനില്ലെങ്കിൽ there is some mistake somewhere. ചിലതൊക്കെ എവിടെയോ സംഭവിച്ചെന്നുള്ളതാണ്. ഹല്ലേലൂയ. ആരും തിരുത്താനില്ലെങ്കിലും നമുക്ക് ചോദിക്കാൻ ഒരുവനുണ്ട്. എൻ്റെ ദൈവമേ, അങ്ങയുടെ ആത്മാവ് കൊണ്ട് എന്നോട് സംസാരിച്ച് എൻ്റെ കുറ്റങ്ങളെയും കുറവശങ്ങളെയും എനിക്ക് നികത്തി തരുവാൻ എന്നോട് ഇടപെടണമേ. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അനുഭവിക്കുന്നു. നമ്മളെ ആരും തിരുത്താനില്ലെങ്കിലും തിരുത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കും. മകനെ, യു ഹാവ് ടു ബി കറക്റ്റ്. നീ കറക്റ്റ് ആവണം. നിൻ്റെ ആരാധന എൻ്റെ സന്നിധിയിലെത്തുന്നില്ല. നീ കുറേ കൂടെ സമയം ചെലവെടുത്ത് ഞാനുമായിട്ട് സംസാരിക്കണം. ഇതായിരിക്കട്ടെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഞാനെൻ്റെ വാക്കുകളെ നിർത്തുക. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്ന ലാസ്റ്റിൽ കെയർഫുൾ ഇൻസ്ട്രക്ഷൻ. ഇൻസ്ട്രക്ഷൻ ഒരു ദൈവസഭയിൽ ആവശ്യമാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അടുത്തത് വരുന്ന ആഴ്ച ഇഫ് ഗാഡ് വില്ലിങ് ഇവാഞ്ചലിസത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒരു ദൈവസഭയിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഇവാഞ്ചലിസം കൂടെയുണ്ട്. അല്ലാതെ ഈ കേട്ടത് കൊട്ടും പാട്ടും അപ്പോൾ ഞുറുക്കി പ്രാർത്ഥനയും പോയി അത് മാത്രമല്ല. there are a lot of responsibility. ദൈവം ആഗ്രഹിക്കുന്ന ദൈവസഭയെക്കുറിച്ചായി പറഞ്ഞത്. ദൈവത്തിൻ്റെ ലിസ്റ്റ് പ്രകാരമുള്ള ദൈവസഭയെക്കുറിച്ച് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏറ്റവും കുറഞ്ഞതുണ്ടായിരിക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇവാഞ്ചലിസം നമ്മുടെ കഴിവനുസരിച്ച് നമ്മുടെ പ്രാപ്തി അനുസരിച്ച് നാം ചെയ്യുന്നു. പക്ഷേ അതുകൊണ്ട് ഏതാണ്ട് ചെയ്തു പോയെന്ന് വിചാരിക്കരുത്. ദാറ്റ് ഈസ് നോട്ട് ഇനഫ്. കർത്താവേ, വാട്ട് എൽസ് ഐ ക്യാൻ ഡു. ഹല്ലേലൂയ. ഒരു ട്രാക്റ്റ് കൊടുത്തുകൊണ്ടോ ഒരാളെ ഒന്ന് ഒരു സുവിശേഷം പറഞ്ഞുകൊണ്ടോ എൻ്റെ ദൈവമേ, എൻ്റെ ആയുസ്സിലേതായാലും ഇത്രയും നടന്നു എന്ന് പറഞ്ഞിട്ട് സമാധാനത്തോടെ കയറി ഈ തവളയൊക്കെ കല്ലിന് മുകളിലിരിക്കുന്ന പോലെ ഇനിയിപ്പോൾ ഒന്നുമില്ല, എല്ലാം സ്വിമ്മിങ് കഴിയുമെന്നും പറഞ്ഞിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. God need you to do more things. Do it. Keep on doing. മടുത്തു പോകാതെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഇവാഞ്ചലിസം ചെയ്യുവാൻ നാം കഴിഞ്ഞ ഒരു ദിവസം നാം ചിന്തിക്കുകയുണ്ടായി. മിഷൻ ആൻഡ് മിഷനറി. പ്രൈസ് ലോർഡ്. അന്ന് വ്യക്തമായി കുറേ കാര്യങ്ങൾ ഓർക്കുവാൻ ഇതൊക്കെ മുന്നിടയായി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. മാത്യു ചാപ്റ്റർ 28 verse 19 and 20 is saying, സുവിശേഷം പ്രസംഗിക്കുക. Therefore go and make disciples of all nation. Praise God. പാസ്റ്റർ, അതൊന്നും നമ്മോടാണോ പറഞ്ഞേക്കുന്നത്? അതൊക്കെ നമ്മളെങ്ങനെ എല്ലാ വേൾഡിലും പോകുന്നത്? ദൈവസഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഗോ. നമ്മൾ കഴിഞ്ഞ രാത്രിയിലല്ലേ, കഴിഞ്ഞ ഓൾ നൈറ്റിലാന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിച്ചു. We are praying for the nation. ഈവൻ നമ്മൾ ആ നേഷനിൽ പോയിട്ടില്ല, കണ്ടിട്ടില്ല. കൊറിയ എന്നൊക്കെ എഴുതി കണ്ടതല്ലാതെ കൊറിയയിൽ പോയിട്ടില്ല. പക്ഷെ നമ്മൾ കൊറിയ ഓർത്ത് പ്രാർത്ഥിക്കും. സ്വതന്ത്രം. അങ്ങനെ പല രാജ്യങ്ങളെ ഓർത്ത്. അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ പോയിട്ടില്ല, പക്ഷെ നമ്മൾ അഫ്ഗാനിസ്ഥാനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ രാജ്യങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാനെങ്കിലും ഒരു ഉത്തരവാദിത്വം എന്നിലുണ്ടെന്നൊരു തോന്നൽ ഒരു ദൈവസഭയിലുള്ള ദൈവവൈതലുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഇറ്റ്സ് നോട്ട് എ പാസ്റ്റേഴ്സ് ജോബ്. ഇറ്റ് ഈസ് ഇൻഡിവിജ്വലായിട്ടുള്ള ഉത്തരവാദിത്വമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ പോയി എല്ലാ ജാതികളെയും ശിഷ്യരാക്കുക. അടുത്തത്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുക. ഞാൻ നിങ്ങളോട് കൽപ്പിച്ച എല്ലാം അവരെ അനുസരിപ്പാൻ പഠിപ്പിക്കുക.
പ്രൈസ് ദി ലോർഡ്. ലോകാവസാനം വരെ ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. ഈ വലിയ പ്രോമിസ് ദൈവം തന്നിരിക്കുക. അങ്ങനെയുണ്ടെങ്കിൽ ദൈവസഭയിൽ വന്ന് നമ്മൾ ഈ മോളിൽ ആദ്യം കേട്ട കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പാട്ടായി, പ്രാർത്ഥനയായി, ഫെലോഷിപ്പായി, നമ്മുടെ സഭ ഫുൾഫില്ലായി, അങ്ങനെയല്ല. അത് മാത്രമല്ല, എന്നിട്ട് എന്താണെന്നറിയാമോ, ഒന്നാം ഫലം കായ്ക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ആദ്യം കേട്ടതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പുറത്തു വരുന്ന ഫലമാണ് preach the gospel. You don't need to be a pastor. ദൈവവചനം പറയാൻ പാസ്റ്റർ ആവണോ? പലരുടെയും തോന്നൽ അങ്ങനെ. അത് ഞാൻ എങ്ങനെയാ പറയുന്നത്? ഞാൻ പാസ്റ്റർ അല്ലല്ലോ. ദൈവവേദിലെ കർത്താവ് എന്നെ വിടുവിച്ചു എന്ന് പറയുന്നത്, രക്ഷകനായ യേശു അല്ലാതെ രക്ഷകനില്ല എന്ന് പറയുന്നത് ആ സുവിശേഷം തന്നെ. പിന്നെ ഇച്ചിരി അറിയാമെങ്കിൽ പറയണം എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്, ഇച്ചിരി അറിയാമെങ്കിൽ പറയണം സ്നാനപ്പെടുന്നത്, ഇച്ചിരി അറിയെങ്കിൽ പറയണം ഹല്ലേലൂയ നിങ്ങൾ വേർപെട്ട ദൈവത്തെ ആരാധിക്കുന്ന ബിബ്ലിക്കൽ ചർച്ചിൽ പോകണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ സുവിശേഷമായില്ലേ? അതിനുവേണ്ടി ഒരു കുറച്ച് വാക്യം വേദോസം പഠിക്കാൻ പറ്റത്തില്ലേ? പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ ആരും കേൾക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ആരും കേൾക്കത്തില്ല അല്ലേ? അങ്ങനെയല്ല. നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നേ, കേൾക്കണ്ടെന്നേ. കർത്താവായ യേശു ക്രിസ്തു ഇത്രയും വർഷം, 3.5 വർഷം സുവിശേഷം പറഞ്ഞിട്ട് ഈ ലോകം മുഴുവനും ക്രിസ്ത്യാനിയാകാമായിരുന്നല്ലയോ? എത്രണ്ണമാ ആയത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആയതാകപ്പാടെ 3000 എണ്ണ. ഹല്ലേലൂയ. ഒരു പ്രസംഗത്തിൽ വന്നത് 3000. എന്നാൽ അതാണോ എക്സ്പെക്റ്റ് ചെയ്തത്? അല്ല. കർത്താവൻ ആ അപ്പം കഴിച്ചിട്ട് പോയത് തന്നെ കുറേ എണ്ണം ഉണ്ടായിരുന്നു. ആ അപ്പം കഴിച്ചവരെങ്കിലും വന്നിരുന്നെങ്കിൽ ഒരു വലിയ സഭയായി മാറിയനെ. കർത്താവ് പറയുന്നത്, ദാറ്റ് ഈസ് നോട്ട് യുവർ റെസ്പോൺസിബിലിറ്റി. Preach. No matter people is able to believe, they will believe and they will be saved. Hallelujah.